കാനഡയിൽ തദ്ദേശീയരും കുടിയേറ്റക്കാരും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കനേഡിയൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജനോട് കാനഡ വിടാൻ ഒരു പ്രായമായ സ്ത്രീ പറയുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. കുടിയേറ്റം കൂടി വന്നിരുന്ന സാഹചര്യത്തിൽ കനേഡിയൻ വംശജർക്ക് ജോലി ലഭിക്കില്ലേ എന്ന ആശങ്കയായിരിക്കാം അവർ ഇന്ത്യൻ വംശജനായ യുവാവിനെ അധിക്ഷേപിക്കാൻ കാരണമായിട്ടുണ്ടാവുക. എന്നാൽ അത് ശരിവെക്കുന്ന പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാട്ടർലൂ സർവകലാശാലയിൽ നിന്നുള്ള അന്തർദേശീയ വിദ്യാർത്ഥി ബിരുദധാരികൾ അവരുടെ കനേഡിയൻ വംശജരായ സഹപാഠികളെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നുവെന്നാണ് പഠനത്തിൽ പറയുന്നത്. രണ്ട് ഗ്രൂപ്പുകളുടെയും വരുമാനം താരതമ്യം ചെയ്യാൻ വിദ്യാർത്ഥികളുടെ രേഖകൾ, ഇമിഗ്രേഷൻ ഡാറ്റ, നികുതി റിട്ടേണുകൾ എന്നിവ പരിശോധിച്ചു. അന്താരാഷ്ട്ര ബിരുദധാരികൾ കാനഡയിൽ ജനിച്ച ബിരുദധാരികളെക്കാൾ ശരാശരി 37% കൂടുതൽ സമ്പാദിക്കുന്നതായാണ് പഠനം തെളിയിക്കുന്നത്. 2017-നും 2019-നും ഇടയിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദധാരികളെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിരുദം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം അന്തർദേശീയ വിദ്യാർത്ഥികൾ $57,500 സമ്പാദിച്ചു. കനേഡിയൻ വംശജരായ ബിരുദധാരികൾ $42,000 സമ്പാദിച്ചെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. ശരാശരി ശമ്പളം താരതമ്യം ചെയ്യുമ്പോൾ അന്തർദേശീയ ബിരുദധാരികളും കാനഡയിൽ ജനിച്ച ബിരുദധാരികളും തമ്മിലുള്ള വരുമാന വിടവ് കൂടുതൽ പ്രകടമാണെന്ന് കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വിടവ് വർഷങ്ങളായി തന്നെ തുടരുകയാണെന്നാണ് പഠനത്തിൽ വ്യക്തമാകുന്നത്. ടെക്നോളജി, എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിരുദം നേടിയവരാണ് വാട്ടർലൂ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. നിരവധി അന്തർദേശീയ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുമുണ്ട്. ടെക്നോളജി, എഞ്ചിനീയറിംഗ് ബിരുദങ്ങൾ ഉള്ളവർക്ക് കാനഡയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്നാണ് ഈ പഠനം തെളിയിക്കുന്നത്. സാങ്കേതികവിദ്യയ്ക്കും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കുമുള്ള വാട്ടർലൂ സർവകലാശാലയുടെ പ്രശസ്തി അന്തർദേശീയ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോൾ പ്രായോഗിക അനുഭവം നൽകുന്ന സ്കൂളിന്റെ വിപുലമായ പദ്ധതി മറ്റൊരു പ്രധാന ആകർഷണമാണ്. വാട്ടർലൂ കോഓപ്പറേറ്റീവ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് നല്ല പ്രാക്ടിക്കൽ നോളജ് നേടാൻ സഹായിക്കുന്നു. പഠനത്തിന് ശേഷം തൊഴിൽ മേഖലയിൽ ഈ പ്രോഗ്രാം വിദ്യാർത്ഥികളെ ഏറെ സഹായിക്കുന്നുമുണ്ട്. വാട്ടർലൂ സർവകലാശാലയിലെ അക്കാദമിക് നിലവാരവും അന്തർദേശീയ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഒന്നാണ്. 2025-ലെ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ യൂണിവേഴ്സിറ്റി 115-ാം സ്ഥാനത്താണ്. കാനഡയിലെ മികച്ച 5 സർവകലാശാല എടുത്താൽ അതിലൊന്ന് വാട്ടർലൂ സർവകലാശാലയാണ്. വാട്ടർലൂ സർവകലാശാലയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം പഠനത്തിന് ശേഷവും കാനഡയിൽ തന്നെ തുടരാനാണ് തീരുമാനിക്കുന്നതെന്നും പഠനത്തിൽ വ്യക്തമാകുന്നുണ്ട്. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ 70% വിദ്യാർത്ഥികളും കാനഡയിൽ തന്നെ സ്ഥിരതാമസമാക്കിയവരാണ്. കാനഡയിലുടനീളമുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളുടെ ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം വരും ഇത്. ഈ വർഷം ആദ്യം സ്റ്റാറ്റിക്സ് കാനഡ നടത്തിയ ഒരു പഠനത്തിൽ കുട്ടികളായിരിക്കെ കാനഡയിൽ സ്ഥിരതാമസമാക്കിയവർ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. 25 വയസ്സ് ആകുമ്പോഴേക്കും അവരുടെ ശരാശരി വേതനം ഒരേ പ്രായത്തിലുള്ള കനേഡിയൻ നികുതി ഫയൽ ചെയ്യുന്നവരുടെ ശരാശരി വേതനത്തെ മറികടക്കുമെന്നാണ് റിപ്പോർട്ട്.